ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രോഷ്യ മമ്മ യൂട്യൂബ് ചാനൽ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും അതുപോലെ 2 ദിവസം മുന്നേ നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അയച്ചു. അന്നും ഒരു 50-60 മെസ്സേജസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും 4 o'clock ആവുന്ന വരെയായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കി ഓൾമോസ്റ്റ് ഇന്നും ഒരു 40-50 മെസ്സേജസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. How did you start this business and how did you get the idea to start the business? ആക്ച്വലി ഞാൻ ക്രോഷ്യ ഒരു ബിസിനസ്സാക്കി തുടങ്ങണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ അങ്ങനെ വിചാരിച്ച് തുടങ്ങിയത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഒരു ഡ്രസ്സിൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിസൈനിങ്. അതാണ് ഞങ്ങൾ ഒരു ബിസിനസ് ആക്കി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത്. പിന്നെ കൊറോണ കാരണം ഞങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അത് സ്റ്റോപ്പായി. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഗ്യാപ്പ് വന്ന് അത്രയും കാലം ഒരു ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പിന്നെ ഫ്രീ ടൈമിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആദ്യം പഠിച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റായിരുന്നു ക്രോഷ്യ. അപ്പോൾ ഞാൻ വെച്ചു ക്രോഷ്യ യാൺസും ക്രോഷ്യ ഒക്കെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് യൂസ് ചെയ്യാറ് പോലും ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബോ കാണുമ്പോൾ ചെയ്യുന്നല്ലാതെ ഒരു അമിഗുരുമി ഒന്നും കൂടുതൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ പിൻട്രസ്റ്റിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അമിഗുരുമി പാറ്റേൺസ് ഒക്കെ ഒരുപാടെണ്ണം കണ്ടത്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം. ആ ഒരു കൊറോണ ടൈമിൽ ഫ്രീ ആയിരുന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ആയിരുന്നു പോസ്റ്റ് ചെയ്തത്. ഒരു ബിസിനസ് പേജ് തുടങ്ങിയിട്ടൊന്നല്ലായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫ്രീ ടൈം യൂസ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. അതുപോലെ ക്രോഷ്യ വീണ്ടും ചെയ്യണമൊക്കെ ആഗ്രഹിച്ചിട്ട് ചെയ്തതായിരുന്നു. ബിസിനസ് ആക്കണം എന്ന് വിചാരിച്ചത് അപ്പോഴല്ല. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം പേജിലാണ് പോസ്റ്റ് ചെയ്ത് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആണല്ലോ ആകെ അതിൽ കാണുക. അവർ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതും നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പേജ് പബ്ലിക് ആക്കാം എന്നുള്ളത്. അങ്ങനെ മെല്ലെയാണ് ഞാൻ ഒരു 4 years കഴിഞ്ഞു പേജ് അത് പബ്ലിക് ആക്കിയിട്ട്. ആ ഒരു ഫോട്ടോ പോസ്റ്റിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി. പിന്നെ അതുകൊണ്ടാണ് ഇതിന് ഐഡിയ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ ക്രോഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രോഷ്യ ഫീൽഡ് ചൂസ് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? ക്രോഷ്യ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഫീൽഡാണ്. ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ക്രോഷ്യ വെച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു ക്രോഷ്യ വെച്ച് ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് ഇല്ല. എന്തും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതും ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്? ക്രോഷ്യയിൽ ഒരു ചെറിയൊരു ഫീൽഡാണ് അമിഗുരുമി എന്ന് പറയുന്നത്. ഞാൻ മെയിൻലി ചെയ്യാറുള്ളത് അമിഗുരുമിയാണ്. എനിക്കത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഡ്രസ്സ് ചെയ്യാറുണ്ട്, ഷൂ ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ ഞാൻ ബ്ലാങ്കറ്റ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ബേബി ബാസ്ക്കറ്റ്, ബാഗ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡിഫറെൻറ്റ് ഫീൽഡാണ് ക്രോഷ്യയിൽ എന്ന് പറയുന്നത്. ബാഗ് മാത്രം ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഫ്ലവേഴ്സും ബൊക്കെ മാത്രം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അമിഗുരുമിയിൽ തന്നെ വളരെ മിനിയേച്ചർ വേർഷൻസിൽ ചെയ്ത മൈക്രോ അമിഗുരുമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൈക്രോ ക്രോഷ്യേയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ക്രോഷ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രോഷ്യ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് നോക്കാം. ബാഗാണെങ്കിൽ ബാഗ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് പേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഫ്ലവേഴ്സ്, ഹെയർ ആക്സസറീസ്, അങ്ങനെ ഡ്രസ്സ്, ഷൂ, പിന്നെ ബേബി പ്രൊഡക്ട്സ് മാത്രം ചെയ്ത്, അങ്ങനെ നിങ്ങളുടെ ഫീൽഡ് ഏതാണ് ക്രോഷ്യയിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ഡിഡ് യു ലേൺ ക്രോഷ്യേയിങ് ഫ്രം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ ആ സമയത്താണ് കോളേജൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയത്. അപ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രോഷ്യ എന്ന് പറയുന്നത്, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേര് ക്രോഷ്യ എന്നൊന്നും അറിയില്ലായിരുന്നു. നൂലും ഹുക്കും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ടാണെന്ന് മാത്രമേ അറിയുള്ളൂ. അത് വീണ്ടും അങ്ങനെ ആ ഒരു വേർഡ് വെച്ചിട്ട് തന്നെ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് ഒരുപാട് പേരോട് ചോദിച്ചിട്ടോ. ആദ്യം ആർക്കെങ്കിലും എൻ്റെ അറിയുന്നവർക്ക്, ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനൊക്കെ അറിയുമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ആർക്കും ഈ ഒരു ക്രാഫ്റ്റിനെ പറ്റി അറിയില്ലായിരുന്നു.
പിന്നെയാണ് കുറച്ച് പേര് പറഞ്ഞത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ബേസിക്സ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നുമല്ല ഞാൻ പഠിച്ചത്. ഞാൻ ചിലപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിച്ചസ് ആണ് ഫസ്റ്റ് പഠിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇതിനൊരു കറക്റ്റ് ഓർഡർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ കുറേ വൈകിട്ടാണ് മനസ്സിലായത്. പക്ഷേ പഠിച്ചെടുത്തത് കംപ്ലീറ്റ്ലി യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഫുൾ പഠിച്ചെടുത്തതും. പിന്നെ അതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഓരോ വീഡിയോ ഒരു 1 hour 2 hours ഒക്കെ ഉള്ള വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡോളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി കണ്ട് ഒരു ബുക്കിൽ പാറ്റേൺസ് എഴുതി വെച്ചിട്ടാണ് അത് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ യാൺസും അവരുടെ യാൺസൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേരിയേഷൻസും നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സും പിന്നെ ബിഗിനർ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോളിനെ ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളും ആഴ്ചകളും എടുത്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആക്കാറുണ്ട്. എങ്ങനെയെങ്കിലും അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഞാൻ മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കും. സോ പഠിച്ചെടുത്തത് യൂട്യൂബിൽ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് കസ്റ്റമർ ഫോർ ക്രോഷ്യ ബിസിനസ് ആസ് എ ബിഗിനേഴ്സിന് ഇന്നത്തെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കസ്റ്റമേഴ്സിന് കിട്ടാൻ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇൻസ്റ്റാഗ്രാം ഒരു ബിസിനസ്സിന് ഭയങ്കര ഒരു ഓപ്ഷനൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അല്ലാതെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബിസിനസ് എന്നുള്ള രീതിയിൽ വരുന്നത് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഫ്ലറിഷ് ചെയ്ത് ഒരുപാട് പേജസ് ഉണ്ട്. മെയിൻലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് തന്നെയാണ് നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ്സ് യൂസ് ചെയ്യാം, ഫേസ്ബുക്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങിൽ പ്രൊഡക്റ്റ് ചെയ്യാൻ നോക്കുക. അതേ ഒരു ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫീഡിൽ നല്ല ഭംഗിയിൽ അപ്ലോഡ് ചെയ്യുക, നല്ല ക്യാപ്ഷൻസ് കൊടുക്കാം. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 2-3 പോസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് കസ്റ്റമർ വരണമെന്നില്ല. പക്ഷെ നിങ്ങളൊരു ഇൻട്രസ്റ്റ് കാരണം നിങ്ങൾ പുതിയ പുതിയ പാറ്റേൺസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായാലും കസ്റ്റമർ വരും. ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റീൽസിൻ്റെയും പോസ്റ്റിൻ്റെയും നമ്പർ വെച്ചിട്ടൊന്നുമല്ല കസ്റ്റമർ വരുന്നത്. ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 500 ബിലോ ഫോളോവേഴ്സ് ഉള്ള സമയത്ത് തന്നെ ഒരു മാസം എനിക്ക് അത്യാവശ്യം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഓർഡേഴ്സ് വരെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ അന്നും ഞാൻ വിചാരിക്കുന്നത് ഫോളോവർ കൗണ്ടിലല്ല നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത്. ഇന്നും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 50K ആവാറായി. അന്നുള്ള അതേ കസ്റ്റമേഴ്സ് എനിക്കൊന്നും ഉണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ലിമിറ്റ് വരെ ക്രോഷ്യ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ലിമിറ്റ് വരെ ഉള്ളൂ എനിക്ക് ക്രോഷ്യ ചെയ്യാൻ കഴിയുക. അത് കഴിഞ്ഞാൽ ഞാൻ ഓർഡേഴ്സ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അന്നും 500 ഫോളോവേഴ്സിൽ ബിലോ ഉള്ള സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓർഡേഴ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അന്നും എനിക്ക് ഫോളോവേഴ്സ് കൗണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരുപാട് പുതിയ ആൾക്കാർ വരും, പിന്നെ കുറേ സ്റ്റുഡൻസ് വന്നു, അങ്ങനെ കുറേ ചേഞ്ചസ് ആണ് ഫോളോവേഴ്സ് കൂടുന്നത് കൊണ്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ വി വാഷ് ക്രോഷ്യ പ്രൊഡക്ട്സ്? വാഷ് ചെയ്യാം, എന്തായാലും വാഷ് ചെയ്യാം. കാരണം അങ്ങനത്തെ യാൺസാണ് മാനുഫാക്ചർ ചെയ്യണത്. വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. വാഷ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ഹൈ കോസ്റ്റ്ലി സിൽക്ക് യാൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് യാണിൻ്റെ ലേബലിൽ മെൻഷൻ ചെയ്യും വാഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അല്ലാത്ത എല്ലാ യാൺസും വാഷ് ചെയ്യാം. പിന്നെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുമ്പോൾ ലോ ക്വാളിറ്റി യാൺസ് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറേ ഇല്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും വേണമെങ്കിൽ ഷോപ്പിൽ, നമ്മുടെ ഫാൻസി ഷോപ്പിലും ലോക്കൽ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ ഒരുപാട് ചെറിയ പൈസക്ക് യാൺസ് കിട്ടാറുണ്ട്. ഒരു 5 റുപ്പീസിനും 10 റുപ്പീസിനൊക്കെ ചെറിയ യാൺസ് കിട്ടാറുണ്ട്. ഒരു വൂളൻ നൂലെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോഷ്യ പഠിക്കാം. ഞാൻ ആ യാണ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. സോ പഠിക്കാൻ തീർച്ചയായിട്ടും ആ യാൺസ് വെച്ച് ചെയ്യാം. പക്ഷെ അത് വെച്ചിട്ട് ഒരിക്കലും ക്രോഷ്യ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് കളർ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് സ്കിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒരു കംഫർട്ട് ഫീൽ അല്ല കിട്ടുന്നത്. സോ അത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ അത് ക്രാഫ്റ്റ് പേർപ്പസിനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടാസിൽസ് ഉണ്ടാക്കാനും പോംപോംസ് ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ്. അങ്ങനത്തെ ഒരു പേർപ്പസിനാണ് ആ യാൺസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ക്രോഷ്യ ഡ്രസ്സായിട്ടും ബേബീസിന് ഇട്ട് കൊടുക്കാനും നമുക്കിടാനൊന്നും അങ്ങനത്തെ യാൺസ് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. പിന്നെ ടോയ്സ് ഉണ്ടാക്കാനാണെങ്കിലും ടോയ് ആണെങ്കിലും ബേബീസ് ആണെങ്കിലും വലിയവരാണെങ്കിലും യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അതൊരിക്കലും നല്ലതല്ല. ലോ ക്വാളിറ്റി യാൺസ്. അപ്പോൾ കളർ പോവാനും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡാമേജ് ചെയ്യാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ അത്രയും നേരം ഇരുന്നിട്ട് ക്രോഷ്യ ചെയ്ത് അമിഗുരുമിയൊക്കെ ചെയ്തിട്ട് ആ ഡോള് ഒരു വാഷിന് കിടന്നു പോയാൽ ഭയങ്കര സങ്കടമല്ലേ. അപ്പം ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി യാൺസ് വാങ്ങി ചെയ്യാം. നല്ല ക്വാളിറ്റി യാൺസിന് നല്ല വിലയുണ്ട്.
പക്ഷേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടും. ഫിനിഷിങ്ങിൽ കാണാനാണെങ്കിലും ഹോൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ടോയിൻ്റെ മേക്കിംഗ് ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമോ എന്ന്. അപ്പോൾ ചെയ്യണമെന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ തന്നെ ഇപ്പം ഒരുപാട് പേര്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അത്ര ഫോളോവേഴ്സ് എനിക്ക് യൂട്യൂബിൽ ഇല്ലെങ്കിൽ കൂടി ഞാൻ ചെയ്യുമ്പോൾ 7,000 ഫോളോവേഴ്സാണ്. പക്ഷേ ഞാൻ ആ ഫോളോവേഴ്സിനെ അത്രയും വാല്യൂ ചെയ്യുന്നതാണ്. എനിക്ക് അവരെയും അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ്. കാരണം ഒരു 1000K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ ഞാൻ എപ്പോഴും നോക്കിയിരിക്കലുണ്ട്, എങ്ങനെയാണ് ഒരു 1000 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലാകുന്നതെന്നൊക്കെ. പക്ഷേ അപ്പോൾ ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും അവർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. ഒരു ഡോൾ ഉണ്ടാക്കുന്നത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഞാനൊരു ഹണി ബീ വെച്ചിട്ടും ഔളൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തു, എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പാറ്റേൺ അത്രയ്ക്ക് ടൈം എടുക്കും. മോർ ദാൻ 1 hour ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ടൈം നിങ്ങളിരുന്ന് കാണുമോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ അതുവരെ നിങ്ങളായിട്ട് എൻഗേജിങ് ഒക്കെ ആയതിന് ശേഷം ഒരു ഡോൾ ചെയ്യാം. ഒരു ഹണി ബീ ചെയ്യാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 45 minutes എന്തായാലും ആ ഒരു വീഡിയോ ആവും നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ചെയ്യുന്നത് കൺവേ ആവാൻ. ഇൻഷാല്ലാ എന്തായാലും ഞാൻ കുറച്ച് പ്ലാൻസ് ഉണ്ട് യൂട്യൂബിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചെയ്യും തന്നെയാണ് പറയണത്. എനിക്ക് വലിയ ഡോൾസൊക്കെ എത്തുമെന്ന് ഒരിക്കലും ഉറപ്പ് വരാൻ കഴിയില്ല. കാരണം ഒരു ഹണി ബീ എന്ന് പറയുന്നത് കീ ചെയിൻ സൈസുള്ള ഒരു ഹണി ബീന് അത്രയും ടൈം ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറയും. ബട്ട് സ്റ്റിൽ അപ്പോൾ വലിയൊരു ഡോൾ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയണില്ല. പക്ഷേ ഞാൻ ചെറുത് വെച്ചിട്ട് പഠിച്ച് ഇൻഷാല്ലാ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്താണ്? നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു വെറുതെ ഞാൻ ചെയ്യുന്ന ഡോൾസ് വെച്ചിട്ട് ഒരു ക്യാരക്ടറാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കി ചെയ്യണം എന്നാണ് ഇപ്പോൾ പ്ലാന്. അപ്പോൾ അത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ക്യാമറ ട്രിക്കും അതുപോലെ ഇങ്ങനത്തെ പ്രോപ്സ് മീൻസ് ഇങ്ങനത്തെ അമിഗുറുമി ഡോൾസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് അറിയില്ല. ഞാൻ അറിയാവുന്നത് വെച്ചിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാരൊന്നുമില്ല, എല്ലാ വർക്കും ഞാൻ മെജോറിറ്റി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചാണ് എനിക്ക് സിസ്റ്റേഴ്സും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ ടൈം ബുദ്ധിമുട്ടിക്കുന്നതും ശരിയാവില്ലല്ലോ എൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്യണം. അപ്പോൾ അത് ഞാൻ മെല്ലെ പഠിച്ചു വരുന്നുള്ളൂ. അങ്ങനത്തെ ഓരോന്നും ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡോൾസ് വെച്ചിട്ട് അവരൊരു വർത്താനം പറയുന്ന ഒരു വേർഷൻ പോലെ ആക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കുട്ടി വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. വലുതൊക്കെ ചെയ്യാൻ കഴിയുമറിയില്ല. എനിവേസ് ചെറിയ വീഡിയോസ് ചെയ്ത് അതൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി അത് അപ്ഡേറ്റഡ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പ്ലാനിങ് ആണ്, നടക്കുമെന്ന് അറിയില്ല. ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വയർ ഗേജ് ഫോർ ദ ലീവ്സ്. അതേപോലെ തന്നെ വേറെ ഒരാൾ, വിച്ച് വയർ ഗേജ് ആർ യു യൂസിങ് ഫോർ ടൂലിപ്പ് സ്റ്റെം. അപ്പോൾ ടൂലിപ്പ് സ്റ്റെമ്മിനും ലീവ്സിനും ഞാൻ ഏത് വയറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടൂലിപ്പ് സ്റ്റെമ്മിൻ്റെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അതിൻ്റെ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആമസോണിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ലിങ്ക്. കാരണം ഒരുപാട് സ്റ്റെമ്മുണ്ട്, എനിക്ക് എല്ലാ സ്റ്റെമ്മും നല്ല ക്വാളിറ്റി തോന്നിയിട്ടൊന്നുമില്ല. കുറേ വാങ്ങി പരീക്ഷിച്ചിട്ടാണ് ഒരു സ്റ്റെമ്മ് എനിക്ക് പിന്നെ ഇഷ്ടമായത്. ഒരു വയർ തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സിൻ്റെ വയർ ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മുടെ ഫാൻസി സ്റ്റോറിലും അതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടുന്ന ഒരു ഗോൾഡൻ സിൽവർ ഒരു വയറുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു വയറുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്കൂളിംഗ് മുതൽ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ആ വയർ കറക്റ്റ് അറിയുന്നുണ്ടാവും. ഞാൻ അത് ആ ഒരു വയർ വെച്ചിട്ട് ചെറുതിൽ സ്കൂളിൽ നിന്നൊക്കെ ഒരു സോക്സ് വെച്ചിട്ട്, സോക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന സോക്സ് വെച്ചിട്ട് വളച്ചിട്ടൊക്കെ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വയർ വെച്ചിട്ടാണ് ലീഫ് ഉണ്ടാക്കുന്നത്, ലീഫ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ലീഫ് ഉണ്ടാക്കാൻ ആക്ച്വലി ഈ വയർ വേണമെന്നില്ല, പക്ഷെ അത് സ്റ്റിഫായിട്ട് അത് ലീഫ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളരെ തിൻ വയർ യൂസ് ചെയ്യുന്നത്. അതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫാൻസി ഷോപ്പിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ ഒരു സിൽവർ കളറിലാണ് ഉണ്ടാവുക. ടുലിപ്പിന് സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ആമസോണിലാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കാരണം ഓർഡേഴ്സ് മിസ്സാകാറുണ്ടോ എന്നുള്ളത്.
ഒരുപാട് ഓർഡേഴ്സ് മിസ്സാവാറുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പ്രൈസിൽ പ്രൊഡക്റ്റ് പോവോ, ആരെങ്കിലുമൊക്കെ വാങ്ങി പോകുമെന്ന് വരെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് അവരുടെ, ഇപ്പം ഇത്രയും വില കൊടുത്തിട്ട് നമ്മളൊരു സാധനം വാങ്ങുമെന്നുള്ളത് അത് അവരുടെ കൺസേൺ അല്ലേ, അവർക്ക് ഇഷ്ടമായിട്ട് അവർക്ക് വാങ്ങണം എന്നുള്ളതാണ്. അതിന് ഞാനൊന്നും വിചാരിക്കാറില്ല, കാരണം അത് അവരുടെ ഡെസിഷൻ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത്. അപ്പം ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാറുണ്ട്, വാങ്ങാതെ പോകുന്നത് ഒരുപാട് പേരുണ്ട്. അത് ആലോചിച്ച് വിഷമിച്ചിരിക്കലൊന്നുമില്ല, ഓർഡേഴ്സ് ഉണ്ട് മാഷാഅല്ലാഹ്, അതുകൊണ്ടായിരിക്കണം. ഓക്കെ, അത് വെച്ചിട്ട് ഞാൻ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ സ്റ്റാർട്ടിങ് മുതലും കുറച്ചിട്ടില്ല കേട്ടോ. ഞാൻ എത്രയാണോ എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് സെല്ല് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആവുന്നത്, ഞാൻ അതിൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ആ ഒരു റേറ്റിന് തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ് മുതലും അതുപോലെ ഞാൻ എപ്പോഴും പ്രൈസ് ഇടാറുള്ളത്. ഞാൻ ആരുടെ പ്രൈസും നോക്കിയിട്ടില്ല. ഒരുപാട് പേര് എന്നോട് പ്രൈസിങ് എങ്ങനെയാണ് പ്രൊഡക്റ്റിന് പ്രൈസ് ഇടാന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലും ഈ ഒരു Q&Aയിലും ഒരുപാടെണ്ണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിലെനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഹണി ചെയ്യാം, ഒരു ഹണി കീ ചെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഹണി എത്ര പ്രൈസിന് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവണം നോക്കാം. ഓക്കെ, ഭയങ്കര പ്രോഫിറ്റ് ലെവൽ മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ലെവൽ തന്നെ ചിന്തിച്ച് എത്ര മെറ്റീരിയൽ, എത്ര യാൺസ് അതിൽ യൂസ് ചെയ്തു, എത്ര സ്റ്റഫിങ് യൂസ് ചെയ്തു, കണ്ണ് സേഫ്റ്റി ഐസോ ത്രെഡോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണ് അതിൻ്റെ കോസ്റ്റ് എത്ര, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എത്ര ടൈം വർക്ക് ചെയ്തു എന്നൊക്കെ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ച് ചെയ്യാം. ഞാൻ അത്രയ്ക്ക് സിസ്റ്റമാറ്റിക്കലൊന്നും എഴുതി വെച്ച് ചെയ്യാറില്ല. എനിക്ക് ഒരു ഹണി ഒരു 200 റുപ്പീസിന് ഞാൻ ഓക്കെയാണ് അത് സെല്ല് ചെയ്തത്, 250 റുപ്പീസിന് ഞാൻ അത് സെല്ല് ചെയ്താൽ ഞാൻ ഓക്കെയാണെന്ന് തോന്നിയാൽ ഞാൻ ആ പ്രൈസ് ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഹാപ്പി ആവുക, കസ്റ്റമറിനും ഹാപ്പി ആവുക എന്നുള്ളൊരു 2 രീതിയിൽ വെച്ചിട്ടുള്ളൊരു പ്രൈസ് ഇടുക. ഓക്കെ, കംപ്ലീറ്റ്ലി ബിസിനസ്സും കംപ്ലീറ്റ്ലി പ്രോഫിറ്റും ചിന്തിക്കുന്നത് തെറ്റല്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അമിഗുരുമി ബണ്ണി ചെയ്യുകയാണെങ്കിൽ എത്ര യാണ്, ഒരു ഇപ്പോൾ കോട്ടൺ 4 പ്ലൈ ആണ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാണ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഹാഫ് പോർഷൻ ഒരു ബണ്ണിക്ക് അല്ലെങ്കിൽ 3/4 പോർഷൻ ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും യാണിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ടൈം സൈഡിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടൊക്കെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു 1 ടൈം ചെയ്താൽ മതിയല്ലോ. ഒരു ബണ്ണിക്ക് ചെയ്ത് വെച്ചാൽ ആ ബണ്ണിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹായ്, ഹൗ ഡു യു ഡു, ഹൗ വാസ് യുവർ ജേർണി ടു ബിക്കം എ ഹോം ഓൺട്രപ്രണർ, ടെൽ us about it. എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻ്റ് ആണെന്ന്. ഞാൻ പിന്നെ പേരെല്ലാവരും പറയാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ഒരു ഹോം ഓൺട്രപ്രണർ ജേർണിന്ന് ചോദിക്കുമ്പം വെരി വെരി ഹാപ്പി. ഞാൻ ആക്ച്വലി ഇതൊരു ബിസിനസ് ആക്കി സ്റ്റാർട്ട് ചെയ്തതൊന്നും അല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഐ എം 100% ഹാപ്പി. ഞാൻ ചെയ്യുന്നതിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ഹാപ്പിയാണ്. എനിക്കിത് ചെയ്യാനും ക്രോഷ്യ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുള്ളത്, ഭയങ്കരമായിട്ട് മടുക്കൂലേ, ഒരു നൂല് തന്നെ വെച്ചിട്ട് എത്ര ടൈം ഇരുന്നിട്ട് ഒരു കുഞ്ഞ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ചോദിക്കാറുണ്ട്. പക്ഷേ അത് അവർ ചോദിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, 1-2 ദിവസം എടുത്തിട്ട് ഒരു ബണ്ണി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഒരു ഇത്ര സൈസ് ബണ്ണേ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പകരം നിങ്ങൾ വേറൊരു ക്രാഫ്റ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം മാക്രമേ, റെസിൻ ആർട്ട്, ഇപ്പോൾ പെയിൻറ്റിങ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ബിഗ്ഗർ സ്കെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അമിഗുരുമി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രൊഡക്റ്റാണ് കിട്ടുക. ആൻഡ് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ദിവസങ്ങളുമായിട്ടും ആഴ്ചകളെടുക്കും ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ചെയ്യുന്ന വർക്കും എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ എത്ര ടൈം എടുക്കുന്നു, ഇത് ബോറടിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്രയും കാലം വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, നമ്മളിതിൻ്റെ ഇടയിൽ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഐ എം വെരി ഹാപ്പി. പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പുറത്ത് പോയി ചെയ്യുന്നൊരു ജോലിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കാരണം എനിക്കത് എന്തായാലും മടിയിരിക്കും, പുറത്ത് പോയി ട്രാവൽ ചെയ്തിട്ട് ഒരു ഓഫീസിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തിലെത്തി വർക്ക് ചെയ്ത് തിരിച്ച് വന്ന് പിന്നെ കുട്ടികളുടെ കാര്യം നോക്കുക, വീട്ടിലത്തെ കാര്യം നോക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര ഹെക്റ്റിക് ആവും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് കഴിയില്ല, അങ്ങനത്തെ ഒരു ജോബ് എനിക്ക് നടക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് തോന്നുകയാണെന്ന് അറിയില്ല. എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പണ്ടേ. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ജോലി ചെയ്യാൻ പണ്ടേ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇത് വീട്ടിൽ നിന്നുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എത്തിച്ചത്. ഓക്കെ, പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്
നമുക്ക് ബാക്കിയുള്ള ഒരുപാട് പേരുടെ ഒരു റെസ്പോൺസ് കിട്ടും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അവരെ എന്ന് പറയണ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്ന് തോന്നും. കാരണം നമ്മളെ കണ്ടിട്ടാണ് കുറേ പേര് ചെയ്യുന്നതും പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയക്കുമ്പോഴും അവരെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ്, അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുവരെ എനിക്കിത് നിർത്താൻ അതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേസ്ഡ് ബൈ യുവർ കൺസിസ്റ്റൻസി. താങ്ക് യു മാഷാല്ലാ. എനി ടിപ്സ് ഫോർ റീച്ചിങ് ദ റൈറ്റ് ഓഡിയൻസ്? അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ബിസിനസ് ഗ്രോത്തിനാണ് ബെനിഫിറ്റ്. കൺസിസ്റ്റൻ്റ് ആവാൻ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് കിട്ടണം, പുതിയ കസ്റ്റമേഴ്സ് വരണമെങ്കിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി പോസ്റ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ലെഷർ ആക്ടിവിറ്റി ആയിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്ക്ലി 1 or 2 ഒക്കെ ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ പേജ് എക്സ്പ്ലോർ പേജിൽ വരുന്നതും ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും കുറച്ച് കുറവായിരിക്കും. ഗ്രോത്ത് കിട്ടുന്ന ടൈമൊക്കെ കുറവായിരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഡെയിലി ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്നും പോസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളൊരു കറക്റ്റ് ഇന്നൊന്ന് പോസ്റ്റ് ചെയ്ത് 2 ദിവസം കൂടുമ്പോൾ പോസ്റ്റ് ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആവുക. ഓക്കെ, ചെയ്യുന്ന വർക്കിൽ കൺസിസ്റ്റൻ്റ് ആവുക. ഇപ്പോൾ ഇന്ന് കുറച്ച് ക്രോഷ് ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം പെയിൻറ്റിങ് ആണ്, പിന്നെ കുറച്ച് എംബ്രോയ്ഡറി ആണ്. അങ്ങനെ ഭയങ്കര നമ്മുടെ ഫോളോവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ ഒരു പേജ് ഉണ്ടാകുമ്പോൾ ആ പേജിൽ ഒരു സാധനം വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ പറയണത്. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളുടെ പേജിലേക്ക് ആരെങ്കിലും പുതിയ ഫോളോവേഴ്സ്, പുതിയ ആൾക്കാർ നിങ്ങളുടെ പേജ് പ്രൊഫൈൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അവർക്ക് കൺവേ ആവും നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേജിൽ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് അവർക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫോളോ ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാണ് അപ്പോൾ അവർക്ക് തന്നെ നിങ്ങളിതിൽ ഏതാണ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളത്, എക്സ്പേർട്ട് ആയിട്ടുള്ളതെന്ന് അവർ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവർക്ക് വാങ്ങാനും ഒരു മടിയായിരിക്കും. വാങ്ങില്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു പ്രൊഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പേജും ഒരു വൈഡ് ഒരുപാട് പ്രൊഡക്ട്സ് ഉള്ള പേജും കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു നീഷിൽ പോണ പേജാണ് ഗ്രോ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൽ ഒരു ഫീൽഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം. വേറെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ വേറെ പേജ് തുടങ്ങുകയാണ് നല്ലത്. ഒരു പേജിൽ തന്നെ എല്ലാം കൊണ്ടുവന്നിട്ട് ചെയ്യാതെ വേറെ പേജ് സ്റ്റാർട്ട് ചെയ്യില്ല. ഒരാൾക്ക് എത്ര പേജ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിൽ അങ്ങനത്തെ ടൈപ്പ് പ്രൊഡക്ട്സ് ആ ഒരു പേജിൽ വേറെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഏത് യാൺസ് ആണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കോട്ടൺ 4 ആണ് ഞാൻ മെജോറിറ്റി അമിഗുർമിക്കും യൂസ് ചെയ്യുന്ന യാണ്. അപ്പോൾ യാൺസിനെ കുറിച്ചിട്ട് അതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏതിലാണ് ഫോട്ടോസും അതുപോലെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്നത്? ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതും ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ആപ്പിൾ 15 Pro Max ആണ്. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ കാലമായിട്ട് യൂസ് ചെയ്തത് OnePlus ഫോണായിരുന്നു. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 80 ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്ത OnePlus ഫോൺ എന്ന് പറയുന്നത്. അതിലും എനിക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ കഴിയുമായിരുന്നു. നല്ല ഫോണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണാണ്. കാരണം ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പേജിൽ ഏറ്റവും സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെയുള്ള പ്രൊഡക്ട്സ് ഇപ്പോഴും OnePlus കൊണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോസുമാണ്, വീഡിയോസാണ്. ഫോണിൽ എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഐഫോണിലാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വാങ്ങിത്തരാൻ എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കൊരു നിർബന്ധമായിരുന്നു, ഞാൻ ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് മാത്രമേ ഞാൻ ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വാങ്ങുകയുള്ളൂ എന്നുള്ളത് ഞാൻ അന്നേ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും, ഏത് ആൾക്കാർക്കും അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെങ്കിലും എക്സ്പെൻസീവ് അല്ലാത്ത പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തം ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തിച്ചിട്ട് എനിക്ക് കുറച്ച് സേവിങ്സ് ആക്കിയതിന് ശേഷം, ഞാൻ അതുവരെയുള്ള കംപ്ലീറ്റ് സേവിങ് എടുത്തിട്ടും അല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് സേവിങ്സ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് ഫോൺ വാങ്ങാൻ എനിക്ക് സ്വയം മനസ്സിലായതിന് ശേഷം മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഐഫോൺ വാങ്ങിയിട്ടുള്ളത്.
iPhone 13 Pro ആയിരുന്നു അത്. കാരണം പക്ഷേ എനിക്ക് കുറേ കാലം ഞാൻ ഫോൺ യൂസ് ചെയ്തത് മുതലേ ആൻഡ്രോയിഡ് യൂസ് ചെയ്തതുകൊണ്ട് പിന്നെ ഐഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറേ മാസങ്ങളോളം ആ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ അല്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതായതുകൊണ്ടും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രൊഡക്റ്റ് എടുത്ത ഫോട്ടോ കാണുമ്പോഴൊന്നും 2 ഫോണിലും എടുക്കും ഞാൻ ഫോട്ടോസ്, 2 ഫോണിലും എഡിറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഐഫോണിൽ തീരെ ഇഷ്ടമാവലില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഷിഫ്റ്റ് കാരണമായിരിക്കും. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ OnePlusന് ഡാമേജ് പറ്റി. OnePlusന് അന്ന് സ്ക്രീനിൽ കംപ്ലീറ്റ്ലി ഒരു പച്ച വര വരുമായിരുന്നു. അത് വര വന്ന് 2-3 വര വരുന്നിട്ട് വരെ ഞാൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് പോലും എനിക്ക് OnePlus ഒഴിവാക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് അതിൽ വര വന്ന് എനിക്ക് ഇനി ആ ഫോണിൽ കാണാൻ കഴിയില്ല എന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പോൾ മാത്രമാണ് ഞാൻ ആ ഫോൺ മാറ്റിയിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഫോൺ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത്രയും ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഫോണിലും. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം എടുത്തു ആ ഒരു ഫോണിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ. അത് ചെയ്ത് 1-2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഒരു ഫോണിനേറ്റ് ഇഷ്ടമായി തുടങ്ങുമല്ലോ. പിന്നെ അതിൽ തന്നെ ആയിരുന്നു, ഐഫോണിൽ തന്നെയാണ് കംപ്ലീറ്റ് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുള്ളത്. ഐഫോൺ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഫോൺ അടിപൊളിയാണ്. അങ്ങനെ 13 Pro ഒരുപാട് കാലം യൂസ് ചെയ്തു. ഒരു 2 വർഷം 3 വർഷമായിട്ടില്ല, 2 വർഷം യൂസ് ചെയ്തപ്പോൾ തന്നെ 13 Proൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, അതിൻ്റെ ഡിസ്പ്ലേ ഒരു ദിവസം എണീറ്റപ്പോൾ ഫുള്ളി സ്റ്റോപ്പായി. അപ്പോൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു ആ ഫോൺ മാറ്റിയിട്ട് പുതിയതാക്കണം എന്നുള്ളത്. പിന്നെ 2 കൊല്ലം ഞാൻ നല്ലോണം യൂസ് ചെയ്തു പറഞ്ഞാൽ നല്ലോണം യൂസ് ചെയ്തു. ഒരു ദിവസം പോലും അതിന് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഓവർ യൂസേജ് കാരണമാണോ എന്താണെന്നറിയില്ല. പിന്നീടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ 15 Pro Max വാങ്ങിയത്. പിന്നെ മെമ്മറി ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഐഫോണിൽ. അതുകൊണ്ട് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് 1 TB തന്നെയാണ്. അപ്പോൾ സ്റ്റോറേജ് എനിക്ക് ഒരു ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ മണിക്കൂറുകളോളം ഉള്ള വീഡിയോസാണ്. അപ്പോൾ അത് കാരണം ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ളതും, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങി മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള മെയിൻ പേർപ്പസ് ഞാൻ കണ്ടിട്ടാണ് ഫോൺ വാങ്ങുന്നത്. പിന്നെ ഫോട്ടോസും വീഡിയോസും അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ഫോട്ടോസാണ് കിട്ടുക. വീഡിയോസ് ഞാൻ ഒരിക്കലും എഡിറ്റ് ചെയ്യാറില്ല, ഞാൻ എഡിറ്റ് ചെയ്യൽ വളരെ കുറവാണ്. വീഡിയോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഐഫോണിൽ. ഫോട്ടോസ് ചിലപ്പോൾ ലൈറ്റിങ് ശരിയായിട്ടില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര വൃത്തികേടുണ്ടാവലുണ്ട് ഇപ്പോഴും. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് റെഡിയാക്കിയാൽ വലിയ കുഴപ്പമുണ്ടല്ലോ. വീഡിയോ അടിപൊളിയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് ഹൗ യു സ്റ്റിച്ചിങ് ദ ബണ്ണി വിത്തൗട്ട് ഗ്യാപ്സ്. ഒന്ന് ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്നായിരിക്കും. ബണ്ണി നല്ല ഏത് പ്രോഡക്റ്റും ഗ്യാപ്പ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് തറോ ആവണം. അത് കറക്റ്റ് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റും ഗ്യാപ്പ് ഇല്ലാതെയും യൂണിഫോം സ്റ്റിച്ചസ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ബണ്ണി ഒരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യല്ല ചെയ്യുന്നത്. ബേസിക്സ് നല്ലോണം തറവാണ്. കുറേ ക്രോഷ്യൻ്റെ ബേസിക് സ്റ്റിച്ചസ് ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പ്രൊഡക്റ്റും ചെയ്യാൻ കഴിയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഡെയിലി ഹൗ മെനി ഹവേഴ്സ് ഡു യു സ്പെൻഡ് ക്രോഷ്യയിങ്? ഡു യു ഹാവ് എ ഫിക്സഡ് ടൈം? അപ്പോൾ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. ക്രോഷ്യ ചെയ്യില്ലെങ്കിലും രാവിലെ ഞാൻ ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുട്ടികൾ അതുവരെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. അതൊരു 1.5 hours എടുക്കും. അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ലഞ്ച് ഉണ്ടാക്കാനും പോകും. പിന്നെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഉമ്മ ഉണ്ട്, പിന്നെ ഹസ്ബൻഡും 2 അനിയന്മാരുമാണ്. അപ്പോൾ അനിയന്മാരെ വൈഫും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഉമ്മയും ഞാനും 2 സിസ്റ്റേഴ്സും എല്ലാവരും കൂടിയിട്ടാണ് ഇവിടുത്തെ പണി ഇതാക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഭയങ്കര ഒരു ജോബായിട്ട് തോന്നുന്നില്ല. പിന്നെ കുട്ടികളുടെ കാര്യമാണ് നോക്കാനുള്ളത്. എല്ലാം ഭയങ്കര ജോലിയാക്കി എടുത്താൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം രസമാണ്. എല്ലാം ഫണ്ണാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. താഴെ ചെയ്യുമ്പോഴും ഒരു രസമാക്കി എല്ലാവരും കഥ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതൊരു ടൈം വെക്കും. എന്തായാലും ഞാൻ ഇത്ര ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. താഴെയാണെങ്കിലും രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-10.5 ഉള്ളിൽ മാക്സിമം ഉച്ചക്കത്തെ പണിയും കൂടിയും കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് കയറുന്നത്. എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. ലഞ്ച് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യില്ല. അതിനുശേഷം കുറച്ച് നേരം ക്രോഷ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു 12.5 കഴിഞ്ഞിട്ടാണ് ബാക്കി പണികൾ ചെയ്യുന്നത്. ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിക്കും. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി ഈവനിങ് കുട്ടികൾ വരുന്നവരെ സമയമുണ്ടല്ലോ, ആ സമയം ക്രോഷ്യ ചെയ്യും.
പിന്നെ അവർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അങ്ങനെ ടൈം കിട്ടില്ല, കാരണം അവരുണ്ടാവും അവരുടെ കാര്യങ്ങൾ നോക്കാനും. പിന്നെ അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ഒരിക്കലും നടക്കില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ദിവസം അവർക്ക് ഓരോ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ പഠിക്കാനും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ളത് നമ്മൾ എത്ര ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആവാറില്ല. എന്നാലും ചെയ്യാൻ കുറച്ച് നോക്കും. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയം തീരെ കഴിയില്ല. അപ്പോൾ അത് കൂടുതൽ ആ ഒരു ടൈം ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എഴുതി വെക്കാറില്ല. ഞാൻ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം, എക്സ്ട്രാ ബോണസ് ടൈം ആക്കിയിട്ട് മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ ക്ലാസ്സിൻ്റെ ലൈവ് സെഷൻ വരുമ്പോൾ 6 to 7 അല്ലെങ്കിൽ 7 to 8 ആണ് ലൈവ് സെഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയം മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം ക്ലാസ്സിന് വേണ്ടി മാറ്റി വെക്കുന്നത് അത് ഇവർക്ക് അറിയാം, അത് അവർ അതിനെ അഡാപ്റ്റ് ചെയ്തതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല. ഓക്കെ, ഭയങ്കര പ്ലാനിങ് ഉണ്ടോ ചോദിച്ചാൽ ഇത്രയും പ്ലാനിങ് നടക്കാൻ നോക്കും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. പക്ഷേ ഏതെങ്കിലും ദിവസം പുറത്ത് പോകേണ്ടി വരാം, ഇനിയിപ്പോൾ ഗസ്റ്റ് വരാം, അങ്ങനത്തെ ഒക്കെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് ദിവസം ഞാൻ ഓരോ വീക്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് വർക്ക്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ പ്ലാൻ ചെയ്തത് പക്ക അതേപോലെ തന്നെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അതേപോലെ നടക്കുമെന്നൊന്നും പറയണില്ല, എന്തായാലും മാറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറൊരാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ഒറ്റക്കല്ല നിൽക്കുന്നത്. അപ്പോൾ അത് എക്സ്ട്രാ ഒരു ബോണസ് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിലായതുകൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ട്. പാക്കിങ്ങിനാണെങ്കിലും സിസ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും, ചിലപ്പോൾ ഷൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവരും സജഷൻ പറയും. പിന്നെ ഇവിടെ ഹസ്ബൻഡ് കസിൻസ് അവരൊക്കെ ബിസിനസ്സിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഒരു സജഷൻസ് പറയാറുണ്ട്, ഐഡിയാസ് പറയാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ളൂ, ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആവുന്നത്. Next question, do you usually crochet your products from memory or you refer always written patterns while working? നല്ല ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഞാൻ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഡോൾ ഉണ്ടാക്കാറില്ല, ഞാനത് ചിന്തിച്ചിട്ട് പോലില്ല. അവർ പറഞ്ഞപ്പോഴാണ് ഞാനത് ചിന്തിക്കുന്നത്. ആക്ച്വലി ഞാൻ റെഫറൻസ് ഫോട്ടോ, ഇപ്പോൾ ക്രോഷ്യ ഡോൾ എന്നല്ല, ഏതെങ്കിലും ഒരു ഡോളിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഞാനത് ക്രോഷ്യ ആക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ടൊരു ഡോളിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സ്. ഏതെങ്കിലും ഒരു ഡോള് ഒരു ഗ്രാഫിക് പിക്ചർ അയച്ചിട്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഡോളാക്കി ചെയ്യാൻ കഴിയുമോ, ക്രോഷ്യ ചെയ്യാൻ കഴിയുമോ, ഈ ഒരു കളറിൽ ഇപ്പോൾ റോംബറോ ഫ്രോക്ക് ആണെങ്കിൽ അത് ഫ്രോക്ക് ആഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ടേൺ ചെയ്തിട്ട് ഫുള്ളി ഒരു ക്രോഷ്യ പാറ്റേൺ ആക്കി മാറ്റാറുണ്ട്. പിന്നെ ഓൾവേസ് റിട്ടേൺ പാറ്റേൺസ് ആണോ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും ഞാൻ എപ്പോഴും റിട്ടേൺ പാറ്റേൺസ് അല്ല ഫോളോ ചെയ്യാറുള്ളത്. ഞാൻ മെജോറിറ്റി ഒരു 90% എൻ്റെ പേജിലുള്ളത് ഞാൻ തന്നെ ഇതുപോലെ ഫോട്ടോ സെൻഡ് ചെയ്യും, റെഫറൻസ് പിക്ക് സെൻഡ് ചെയ്യും. അതിന് ഞാൻ തന്നെ അത് ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസ് ആണ്. പിന്നെ ബാക്കി 10% ഒരുപാട് അടിപൊളി ക്രോഷ്യേഴ്സ് ചെയ്യുന്ന റിട്ടേൺ പാറ്റേൺസും ഫോളോ ചെയ്യാറുണ്ട്. അപ്പം മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല, പക്ഷെ അതൊരു നല്ല ഐഡിയ ആണ്. പിന്നെ അത്രയും മെമ്മറി ഉണ്ടാവും എനിക്കറിയില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്ന് പറയണത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണ്. എഴുതി വെച്ചിട്ടില്ലെങ്കിലും അത് എഴുതി വെച്ചാൽ മാത്രമേ എനിക്കത് ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ പാർട്ട് ടൈം ജോബ് വി ക്യാൻ ഏൺ ഫ്രം ക്രോഷ്യ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണത്. പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു ജോബ് ഉണ്ട്. ഫ്രീ ടൈമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യാൻ കഴിയുമോ എനിക്കറിയില്ല. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് ക്രോഷ്യ ഹെയർ ആക്സസറീസ് ചെയ്യുന്നത്, ക്ലിപ്സും ബൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ചെയ്യുന്നതും ഫ്ലവേഴ്സ് ബൊക്കെ ചെയ്യുന്നതും നല്ല. അമിഗുരുമി എന്ന് പറയുന്നത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ പാർട്ട് ടൈം ജോബിൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒരു ഡോളൊന്നും പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കീ ചെയിൻ പോലെ ചെറിയ മിനി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. അത് അമിഗുരുമി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനി പ്രൊഡക്ട്സ് ചെയ്യാം. അതുപോലെ പ്ലഷീസ് ചെയ്യാം. പ്ലഷീസ് എന്ന് പറയുമ്പോൾ വെൽവെറ്റിയാണ് വെച്ചിട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ്. മിനി പ്രൊഡക്ട്സ് ആണെങ്കിൽ വലിയ പ്രൊഡക്ട്സിനൊക്കെ പ്ലഷീസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ബാഗ്, അതുപോലെ തന്നെ അമിഗുരുമി ഡോൾ, വലിയ ഡോൾസ് ഒക്കെ ആണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ കഴിയുമറിയില്ല. ഓൾറെഡി നിങ്ങളൊരു ജോബിൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ പുറമെ ഇത് ചെയ്യാന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിച്ച് കൗണ്ട് തെറ്റിപ്പോകുന്നതും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് ഹെക്റ്റിക് ആവും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്രോഷ്യ പാറ്റേൺസ് നോക്കാം. ഫ്രോക്ക് ചെയ്യാം. വലിയ ഫ്രോക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ചെറിയ ഷൂസ് ചെയ്യാം. ഷൂവിന് മാച്ചിങ് ആയിട്ട് ഹെഡ് ബാൻഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, ക്ലിപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെറിയ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ക്രോഷ്യ പ്രൊഡക്ട്സ് ചൂസ് ചെയ്തിട്ട് ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാം പാർട്ട് ടൈം ആയിട്ട്. ഓക്കെ, അതും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു ക്രോഷ്യ ആർട്ടിസ്റ്റായിട്ട് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നാൽ ക്രോഷ്യ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വേർ ആർ യു ഫ്രം എന്നാണ്. അപ്പം ഇതോടുകൂടി ഞാൻ ക്വസ്റ്റ്യൻസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അരീക്കോട് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സമയത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു മലയാളിയാണോ എന്ന്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യൽ തുടങ്ങിയത്. വോയിസ് ഓവർ ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും ആ ഒരു ചോദ്യം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു തുടങ്ങിയത്. അതുവരെ ഇന്ത്യൻ ആണോ മലയാളിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുമായിരുന്നു. പക്ഷേ അത് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിലും, ആസ്മി ക്വസ്റ്റ്യൻസിലും ഞാനത് ആൻസർ ചെയ്യാറുണ്ട്. ഞാൻ അരീക്കോടാണ്, മലപ്പുറം ജില്ലയിലുള്ള അരീക്കോട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 20 ക്വസ്റ്റ്യൻസ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം ഇൻസ്റ്റഗ്രാമിൽ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമാവുമല്ലോ ചെയ്തിട്ടില്ലെങ്കിൽ. എനിക്ക് പറ്റുന്ന, അതുപോലെ മെജോറിറ്റി ആൾക്കാർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ക്രോഷ്യ ചെയ്യാനും ക്രോഷ്യ പഠിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ക്രോഷ്യ പ്രൊഡക്ട്സ് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. Bye.